എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരു വണ്ടിയുടെ ഫുൾ മേക്കിംഗ് വീഡിയോ നമ്മൾ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം കുറേ ആൾ പറഞ്ഞിരുന്നു ഒരു വണ്ടി എങ്ങനെയാണ് ഫുൾ മേക്കിംഗ് വീഡിയോ. നമ്മൾ സാധാരണ ഇരുന്ന് ഒന്നിക്കൊരു പെയിൻറ്റിങ് അല്ലെങ്കിൽ ടയർ ചെയ്സ് അങ്ങനെ എന്തെങ്കിലും പാർട്ടായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഭാഗം അങ്ങനെ ഇടലാണ്. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഫുൾ വീഡിയോ, അതായത് ഏറ്റവും കാര്യങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കാണിക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം നമ്മളിപ്പോൾ ആണെങ്കിൽ ഒരു ട്രാവലർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 26 സീറ്റ് മറ്റേ ഒരു പരന്ന ടൈപ്പ് ട്രാവലറല്ലേ. എനിക്ക് ഒന്നാമത് പേഴ്സണലി ഒരു ഇഷ്ടമില്ലാത്തൊരു വണ്ടിയാണ്. ലുക്ക് വൈസ് നോക്കുമ്പോൾ കുറച്ച് പരന്ന ടൈപ്പ്, അതായത് ബേക്കിൽ 6 വീല് വരുന്ന സാധാരണ ട്രാവലർ 4 വീലാണ്. ഇത് 26 സീറ്റ് ആ ഒരു 6 വീല് വരുന്ന വണ്ടി. അപ്പോൾ ഇത് എന്തായാലും ഓർഡർ വർക്കാണ്. അപ്പോൾ എന്തായാലും ചെയ്യുന്ന ഫുൾ വീഡിയോ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രാവലർ ഉണ്ടാക്കുന്ന ആളോ ഈ ഒരു വീഡിയോ കണ്ടോ. കാരണം 26 സീറ്റല്ല, നിങ്ങളൊരു 20 സീറ്റ് എത്ര കുറേ സീറ്റ് ഉണ്ടല്ലോ, 17 സീറ്റ് ഒരുപാട് മോഡൽ ട്രാവലർ വരുന്നുണ്ടല്ലോ. അപ്പം ഏതൊരു ട്രാവലറാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ഏതാണെങ്കിലും ഇത് തന്നെ ആവണമെന്നില്ല, എത്ര സീറ്റ് ഏത് ലെങ്ത്ത് ഏത് വിടുത്ത് ആ ഒരു അളവ് മാത്രം മാറ്റിയാൽ മതി. അതായത് സൈഡിൻ്റെയും ഫ്രണ്ട് വിടുത്ത് വന്നാലും കുറച്ച് കുറയും, ബാക്കിയെല്ലാം സെയിം വന്നത്. അതുകൊണ്ട് നിങ്ങൾ ഞാൻ 26 സീറ്റ് ട്രാവലറല്ല ഉദ്ദേശിക്കുന്ന ആക്കാനെന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ കാണാണ്ടെന്നാൽ നിങ്ങൾക്ക് നഷ്ടം തന്നെയായിരിക്കും. കാരണം ട്രാവലർ എന്ന് വെച്ചാൽ എല്ലാം ഒരേ വണ്ടിയാണ്. അപ്പം പല കാര്യങ്ങളും സെയിം തന്നെയാണ്, ആകെ വരുന്ന ഒരു അളവിലെ വ്യത്യാസമേ ഉള്ളൂ. അളവ് നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് ലെങ്ത്തും അതെല്ലാം നോക്കി അഡ്ജസ്റ്റ് ആക്കിയിട്ട് ബാക്കിയെല്ലാം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ സെയിമായിട്ട് ചെയ്യാം. അപ്പം ചേസൊന്നും ഫിക്സ് ചെയ്തില്ല, വണ്ടി ഒരു അളവിന് ഒരു വീഡിയോയിൽ കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ തൽക്കാലം തെർമോക്കോളൊക്കെ വെച്ച് ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ആക്കി വെറുതെ വെച്ചതാണ്. കാരണം ചേസൊന്നും ഫിക്സ് ആക്കിയില്ല. ടയർ ഇപ്പം ഞാൻ വെറുതെ വീഡിയോ കാണാൻ വേണ്ടി ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പാർട്ട് 1 വീഡിയോ ആണ്. കാരണം ഒറ്റ വീഡിയോയിൽ ഇത് കൊള്ളിക്കാൻ പറ്റില്ല, കുറേ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതുകൊണ്ട് തന്നെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ അതുകൊണ്ട് ഇത് പാർട്ട് 1 വീഡിയോ. ഈ ഇപ്പം കാണുന്ന കണ്ടീഷനില്ലേ, അതായത് ബോഡീന് ഫ്രണ്ട് നോക്കണ്ട, ബാക്കി ഏകദേശം ഒരു ബേസ് ഒരു സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ കാണിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിൻ്റെ സൈഡ് ഈ ഒരു ഏരിയ അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിലൊക്കെ ഒരുപാട് വർക്ക് ഇനി വരാനുണ്ട്. ഒരു ബോഡി വർക്ക് തന്നെ കുറേ ഡിസൈൻ വർക്കൊക്കെ ഉണ്ടാവുമല്ലോ, ജോഷിൻ്റെ ഒരു വർക്ക്. അപ്പോൾ ഫ്രണ്ട് ബമ്പറൊക്കെ ഒരുപാട് ബോഡി തന്നെ ഇനിയും ഒരുപാട് പണി ബോഡി തന്നെ ഉണ്ട്. വീലാർച്ച് അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഒരു സ്ട്രക്ചർ, അതായത് ഒരു മനുഷ്യനെ എടുത്തു കഴിഞ്ഞാൽ എല്ലും കൊട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാവലറിൻ്റെ എല്ലും കൊട്ട് എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു സംഭവമാണ് ഇപ്പം ചെയ്യുന്നത്. ആ ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. പിന്നെ ഒരു പ്രത്യേകം കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ വീഡിയോൻ്റെ ക്വാളിറ്റി ഒന്നും നിങ്ങൾ നോക്കണ്ട. അതായത് ഈ വീഡിയോ ഈ ഒരു ക്ലിപ്പിൻ്റെ അല്ല, അടുത്ത ഓരോ പാർട്ട് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഫുള്ളായിട്ട് വീഡിയോ കാണിച്ചു തരണം എന്നുള്ള രീതിക്ക് ഏതെല്ലാം ടൈം രാത്രി പകൽ അങ്ങനെയൊന്നും ഇല്ലാണ്ട് ക്ലിയറൊന്നും നോക്കാണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളതൊന്ന് സംഭവം കാണിച്ചു തരാമെന്നുള്ള രീതിക്കാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ വീഡിയോൻ്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് വീഡിയോൻ്റെ സ്റ്റെബിലൈസിങ് ഒന്നും നിങ്ങൾ നോക്കാൻ പാടില്ല. എങ്ങനെയല്ലോ ഞാൻ തട്ടിക്കൂട്ടി എടുത്തൊരു വീഡിയോ ആണ്. പക്ഷേ എനിക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് വണ്ടീൻ്റെ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. വീഡിയോൻ്റെ ഒരു ക്വാളിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുറഞ്ഞായിട്ട് തോന്നുന്നുണ്ടാവും, അത് ആദ്യമേ പറയുന്നതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കലെല്ലാം പ്രാധാന്യം കൊടുത്തത് വണ്ടി ഉണ്ടാക്കുന്നതിലായതുകൊണ്ട് തന്നെ അപ്പോൾ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും, എല്ലാം അഡ്ജസ്റ്റ് ആക്കും. എന്തായാലും വണ്ടീൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് കാണിക്കുന്നുണ്ട്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നെല്ലാം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാണുന്ന കണ്ടീഷനിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് എന്തായാലും ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ആദ്യം വണ്ടീൻ്റെ സൈഡ് ഫോട്ടോ ഗൂഗിളിലെല്ലാം കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് ഇതേപോലെ സൈഡ് പീസ് 2 കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ഏത് എത്ര സീറ്റ് വണ്ടി ചെയ്യുന്നത് ഏത് മോഡലാണെന്നെല്ലാം നോക്കിയാൽ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ ഫോട്ടോസ് കിട്ടും, സൈഡ് ഫോട്ടോ ഫ്രണ്ടും ബാക്കും എല്ലാം കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് മെഷർമെൻറ്റെല്ലാം കറക്റ്റ് നോക്കിയിട്ട് ഇതേപോലെ സൈഡ് പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വിൻഡോസ് എത്ര ഉണ്ട് അതെല്ലാം നോക്കിയിട്ട് വിൻഡോസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ശേഷം നമ്മൾ വിൻഡോൻ്റെ ഭാഗത്ത് ഒരു എന്തെങ്കിലും പേനയോ പെൻസിലോ അല്ലെങ്കിൽ ഞാനിപ്പം പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷ് ആണ് ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ എഡ്ജെല്ലാം ഒന്ന് ഇതേപോലെ ബ്രഷോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്മൂത്തായി കൊടുക്കും. അതായത് അത് വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ ആ ഒരു എഡ്ജ് ഇങ്ങനെ നിൽക്കുന്നത് ഒന്ന് സ്മൂത്തായിട്ടൊരു കർവ് പോലാവും. അപ്പോൾ അങ്ങനെ ആക്കി എടുക്കുക എല്ലാം, ഫ്രണ്ടും ബാക്കും എല്ലാ വിൻഡോസിൻ്റെ സൈഡും ഡോറിൻ്റെ ഏരിയയും എല്ലാം ഞാൻ ഇപ്പം പറഞ്ഞ പോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആ റിയർ ഡോർ കഴിഞ്ഞുള്ള PC വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം ആ ഡ്രൈവർ ഡോറ് തൊട്ടിട്ട് ഫ്രണ്ട് തീരുന്ന വരെ ആ ഒരു സ്ഥലം മൊത്തം ഈ ഒരു ബ്രഷോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പ്രസ് ചെയ്ത് കർവാക്കി എടുക്കണം. പിന്നെ നമുക്ക് സൈഡിൽ വിൻഡോ കട്ട് ചെയ്ത ഒരു പീസ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഒന്നല്ല, എല്ലാ വിൻഡോക്കും വേണ്ടി കുറേ പീസ്, എത്ര വിൻഡോ ആണെന്നുള്ള അത്രയും പീസ്.
അപ്പോൾ ഇതാണ് ശരിക്കും നമ്മളെ വിൻഡോൻ്റെ കട്ടിങ്. ആദ്യം ചെയ്ത കട്ട് ബോഡിക്ക് തന്നെ വരുന്നൊരു കട്ടിങ്സാണ്. അതായത് ഒറിജിനൽ വണ്ടീൻ്റെ ഫോട്ടോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വിൻഡോൻ്റെ ആ ഒരു ഏരിയ കുറച്ച് ഉള്ളിലേക്കൊന്ന് കുഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതായത് ചെറിയൊരു ഉള്ളിലേക്ക് അമർന്ന പോലെ ഉള്ളത്. അപ്പോൾ അത് ചെയ്തെടുക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലത്തെ പീസ് എല്ലാവരും ഒട്ടിച്ചിതാ ഈ ഒരു ഇത് കിട്ടും. നിങ്ങൾ വണ്ടീൻ്റെ ഫോട്ടോ നോക്കി മനസ്സിലാവും. ഒരു കട്ടിങ് ആ ഒരു വിൻഡോൻ്റെ ചുറ്റും വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തെടുക്കാനാണ് നമ്മൾ ഇതേപോലെ ആദ്യം ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അതിന് ശേഷം ശരിക്കുള്ള വിൻഡോ കട്ട് ചെയ്തിട്ട് ആ ഒരു ബീഡിങ് പോലത്തെ പീസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനിയാണ് വിൻഡോ എല്ലാം ചെയ്യേണ്ടത്. ഇത് ശരിക്കും ബോഡിയിൽ തന്നെ വരുന്ന ഒരു കട്ടിങ് ആണ്. ഫോട്ടോ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതേപോലെ രണ്ട് സൈഡും ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഡ്രൈവർ സൈഡും അതുപോലെ തന്നെ പാസഞ്ചർ ഡോർ വരുന്ന ആ ഒരു സൈഡും കൂടി ഒരേപോലെ തന്നെ, രണ്ടും ഒരു മാറ്റമില്ല, സെയിം ആയിട്ട് തന്നെ രണ്ട് പീസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ ഫ്രണ്ടിൽ വരുമ്പോൾ നിങ്ങൾ ചെറിയൊരു ഇതുപോലെ സ്ലോപ്പ് ഒന്ന് കൊടുക്കണം കേട്ടോ. ഫ്രണ്ടിൽ ഡ്രൈവർ ഡോറിൻ്റെ ഏരിയയിൽ ചെറിയൊരു സ്ലോപ്പ് അതുപോലെ രണ്ട് ഭാഗത്തും കൊടുക്കണം. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പം അങ്ങനെ നമ്മൾ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോം കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ബാക്ക് സൈഡാണ് ഇപ്പം കൊടുക്കുന്നത്. ബാക്ക് സൈഡ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോട്ടോ നോക്കിയിട്ട് ആ ഒരു കർവെല്ലാം കറക്റ്റാക്കി എടുത്തിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന ഈ ഒരു മാർക്കിംഗ് എന്നെല്ലാം വെച്ചാൽ ഡോറാണ്. അതായത് ബേക്ക് ഡോറ് വരുമല്ലോ, ഡിക്കിൻ്റെ ആ ഒരു ഡോറ് കട്ട് ചെയ്തിട്ട് തുറക്കാൻ പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഡോർ അവിടെ ഉണ്ട് എന്ന് ഒരു ഫീൽ തോന്നാൻ വേണ്ടിയിട്ടാണ് ആ ലൈൻസൊക്കെ ഇട്ട് എടുക്കുന്നത്. കോമ്പസ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്കെയിൽ വെച്ച് വരഞ്ഞാൽ മതി രണ്ട് ഡോറും. പിന്നെ നമ്മൾ ആ ഒരു വിൻഡോൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതായത് ബേക്ക് വിൻഡോ ഈ ഒരു കാണുന്ന പോലെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നേരത്തെ ഞാൻ കാണിച്ച സെയിം മെത്തേഡ് തന്നെ ഒരു ബ്രഷോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ആ ഒരു 4 ഭാഗവും ഒന്ന് സ്മൂത്താക്കി എടുക്കുക. അധികം അമർത്തണ്ട, ജസ്റ്റ് ഒരു എഡ്ജ് ഇങ്ങനെ നിൽക്കുന്നത് ഒന്നിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഒരു കർവ് പോലെയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ എല്ലാ ഭാഗവും, അതായത് ഈ ഒരു സൈഡും ബാക്കും 4 ഭാഗം നമ്മൾ വിൻഡോ ചെയ്ത് അതേ മോഡൽ തന്നെ, അതായത് സൈഡ് വിൻഡോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ അതേ മെത്തേഡ് തന്നെയാണ് ബാക്കിലും ചെയ്യുന്നത്. ബ്രഷ് തന്നെ വേണമെന്നില്ല, പെന്നോ പെൻസിലോ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട്, ഒരു നല്ല മിനുസോളം എന്തെങ്കിലും സാധനം വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അമർത്തി കൊടുത്താൽ കറക്റ്റ് ആ ഒരു ഇത് കിട്ടും. അപ്പം 4 സൈഡും നമ്മൾ ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ വിൻഡോ ചെയ്ത പോലെ തന്നെ ആ ഒരു പീസ് എവിടെയും വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒട്ടിക്കണം കേട്ടോ. അതേ ലെവലല്ല, ചെറുങ്ങനെ ഒന്ന് ഉള്ളിലേക്ക്, ചെറുങ്ങനെ അധികം ഉള്ളിലാക്കിയാൽ ബോറായിരിക്കും. ചെറിയൊരു ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ബേക്കിൽ ഫ്ലഷ് കിക്ക് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ സൈഡ് പോലെ തന്നെ ബേക്കും കറക്റ്റ് കിട്ടും. നല്ലൊരു പെർഫെക്ഷനിൽ ഫ്ലഷ് കിക്ക് വെച്ച് ചെറുങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ ആ ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ പൊസിഷനിലൊന്ന് കറക്റ്റാക്കി ബാക്ക് സൈഡും അതായത് രണ്ട് സൈഡും നമ്മൾ ബാക്ക് സൈഡും ഒട്ടിച്ചെടുക്കുക. അതുപോലെ തന്നെ ഫ്രണ്ടിനൊരു സപ്പോർട്ട് എന്നുള്ള രീതിക്ക് ആ ഒരു ബോണറ്റിൻ്റെ ഏരിയയും കൂടി നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഒട്ടിക്കുന്നതൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ പറയുന്നേ ഉള്ളൂ. പിന്നെ ഈ കാണുന്ന ഒരു ലൈൻ ഉണ്ട്, ഞാൻ വീഡിയോയിൽ കറക്റ്റ് കിട്ടുന്നുണ്ടോ അറിയില്ല, നിങ്ങൾക്ക് ഫോട്ടോ നോക്കിയാൽ മനസ്സിലാവും. ബാക്കിലും അതുപോലെ തന്നെ സൈഡിലൊക്കെ ഒരു ലൈൻ വരുന്നുണ്ട്. ആ ലൈനല്ല, ശരിക്ക് ബോഡിയിൽ അവിടെ ഒരു കുഴി പോലെയാണ്, കുഴിയല്ല, ജസ്റ്റ് ഒരു ഉള്ളിലോട്ടാണ് ആ ഒരു ഏരിയ മൊത്തം. നമ്മളിപ്പം ജസ്റ്റ് ലൈന് മാത്രമേ ഇടുന്നുള്ളൂ, കാരണം അവിടെ ഡിസൈൻ വർക്ക് വരാനുണ്ടല്ലോ, ബോഡി വർക്ക് ജോഷിൻ്റെ വർക്ക് വരുന്നതുകൊണ്ട് പിന്നെ ആ കുഴിയൊന്നും അങ്ങനെ കാണൂല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ലൈന് മാത്രം ഇട്ട് എടുക്കുന്നുള്ളൂ. രണ്ട് സൈഡിലും ബാക്കിലും ലൈൻ ഇട്ടെടുക്കും. 4 ഭാഗത്തും ഫോട്ടോസ് നോക്കി ലൈൻ ഇട്ടതിന് ശേഷം മുകളിൽ ഈ കാണുന്ന പോലെ 4 പീസും കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ വേറെ ഒന്നുമില്ല, ജസ്റ്റ് 2 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ 4 ഭാഗത്തും പീസ്, ബാക്കിലും 2 സൈഡിലും, പിന്നെ ഫ്രണ്ടിൽ കുറച്ച് കർവായിട്ട് ഇങ്ങനെ വരും. പിന്നെ എന്നുള്ള ഈ എഡ്ജലൊന്ന് നമ്മൾ സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. അതായത് ബേക്കും സൈഡും കൂടി ജോയിൻറ്റ് വരുന്ന ആ ഒരു ഭാഗമില്ല, അത് ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ചെത്തിയിട്ട് സാൻഡ് പേപ്പർ ഇട്ടിട്ടൊന്ന് ജോയിൻറ്റ് കറക്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലുക്ക് വരുന്നത്. ആ മുകളിലെ പീസും കൂടി വെക്കുമ്പോൾ ഈ ഒരു ലുക്കാണ് വരുന്നത്. ഇതിന് ഒരുപാട് ബോഡി വർക്ക് പിന്നെയും വരാനുണ്ട് കേട്ടോ, അത് പിന്നെ നമുക്ക് വഴിയെ കാണിക്കാം. പിന്നെ നമ്മളിതാ ബോണറ്റും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ബോണറ്റ് നല്ല കർവ് വരുന്നൊരു സെറ്റപ്പ് തന്നെ ആക്കി എടുക്കണം. അതായത് ഈ വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരു കർവ്, അതായത് ഫ്രണ്ടിലോട്ട് എത്തുമ്പോൾ ഇത് താഴ്ന്ന് നിങ്ങൾക്ക് ആ ഒരു മനസ്സിലായില്ല, ബോണറ്റിലൊരു ഉണ്ടാവില്ല ഒരു കർവ് ഇങ്ങനെ, അതായത് മുകളിൽ നിന്ന് തുടങ്ങി താഴോട്ട് വരുമ്പോൾ അതിങ്ങനെ ചെത്തി ലെവലാക്കി താഴോട്ട്, അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു ഗ്രില്ലും കൂടി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മളെ വണ്ടീൻ്റെ ഫോട്ടോ നോക്കിയിട്ട്, നമുക്ക് ചെയ്യാനുള്ള വണ്ടീൻ്റെ ഫോട്ടോ നോക്കിയിട്ട് ചെയ്യുന്നതാണ്. ചെയ്യാനുള്ള വണ്ടിയും ഒറിജിനൽ കമ്പനി വരുന്ന വണ്ടിയെല്ലാം ഗ്രില്ലിൻ്റെ ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗ്രില്ലാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ഗ്രില്ലും കൂടി ആ ഒരു അളവിൽ സെറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ പാർട്ട് 1 വീഡിയോയിൽ നമുക്ക് ഇത്രയും ആവും, ടൈം ഒരുപാട് ആകുന്നതുകൊണ്ട്. അപ്പോൾ ഇനി ബാക്കി ഈ ഒരു ടയറും ചേസെല്ലാം ആക്കുന്ന വീഡിയോ എടുക്കുന്നത്, ചേസ് ആക്കിയില്ല, ഇത് ടയറിൻ്റെ ആക്കി അതിൻ്റെ വീഡിയോയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ചേസും കൂടി ആക്കിയാൽ അതിൻ്റെ വീഡിയോ എല്ലാം ഇടും, പാർട്ടായിട്ട് ഇടും. എന്തായാലും ഒരു 3-4 വീഡിയോ വേണ്ടി വരും. പെയിൻറ്റിങ് വേറെ തന്നെ ഇടാം, അങ്ങനെ പുട്ടി വർക്ക് വേറെ തന്നെ ഇടാം. അപ്പോൾ കൂട്ടത്തിലൊരു ബസ് കൂടി ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ ഷോർട്സ് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ട്. ആ ഒരു ബസ്സിൻ്റെ എല്ലാം വീഡിയോസ് ഓരോന്നായിട്ട് ഇടാം. ഓക്കെ,
എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. 5K സബ്സ്ക്രൈബേഴ്സ് കടന്നിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു. ഷോർട്സൊക്കെ നിങ്ങൾ കാണുക. അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിലും കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടെല്ലാം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ബ്രോഡ്കാസ്റ്റ് ചാനലിലുണ്ട്. എല്ലാവരും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക, ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ടെല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇടുക. ഇതിൽ തന്നെ കമൻറ്റ് ഇട്ടാൽ ഞാൻ റിപ്ലൈ തരാം. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.